ചില സാഹചര്യങ്ങളും കാരണങ്ങളും കൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം മാത്രമേ ഞാൻ സാംഖാൻ്റെ നാട്ടിൽ നിന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ തലശ്ശേരി എൻ്റെ നാട്ടിൽ തന്നെ ഞങ്ങൾ ലീസിനൊരു വീടൊക്കെ വാങ്ങി സെറ്റിൽ ആവുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നോസ് ഉണ്ടായതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരുമിച്ചിട്ട് ഇന്നോസിനെയും കൊണ്ട് വയനാട്ടിലേക്ക് പോയത്. കഴിഞ്ഞ ആഴ്ച പോയി വന്നു കേട്ടോ. പിന്നെ കൽപ്പറ്റയുള്ള സാംഖാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് ഞങ്ങൾ കൽപ്പറ്റ ന്യൂ ഹോട്ടലിൽ മന്തിയൊക്കെ കഴിക്കാൻ പോയി. അവിടുന്ന് മന്തിയൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടി താമരശ്ശേരി ചുരമൊക്കെ ഒന്ന് കറങ്ങി കാണാമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ടോ. രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഇല്ലെന്ന് വെച്ച് ഞങ്ങളെല്ലാവരും കൂടി പോയി. ഇന്നോസിന് ഞാൻ മങ്കി ക്യാപ്പും സ്വെറ്ററൊക്കെ ഇട്ടെടുത്ത് സേഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ക്ലൈമറ്റ് മാറുമ്പോൾ അസുഖം വരുമെന്ന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞങ്ങൾ ഇന്നോസിനെയും കൊണ്ട് ഇന്നോസിൻ്റെ പപ്പൻ്റെ നാടൊക്കെ ഒന്ന് കറങ്ങി. ആ ഒരു ഉദ്ദേശത്തിലാട്ടോ ഞങ്ങൾ ഇന്നോസിനെ കൊണ്ടുപോയത്. അവളെ പപ്പൻ്റെ നാടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചായവാലയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ചു. അന്നത്തെ രാത്രി അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ രാവിലെ മുത്തങ്ങ ഫോറസ്റ്റിലൂടെ ഗുണ്ടിൽപേട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ യാത്ര. എന്തോ എനിക്ക് ഈ മുത്തങ്ങ ഫോറസ്റ്റിലൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് കല്യാണം കഴിഞ്ഞ സാമക്ക് എന്നെ കൊണ്ടുപോയ സമയത്ത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ മുത്തങ്ങ ഫോറസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ആനനെയൊക്കെ കണ്ടു. പോകുന്ന വഴിക്ക് ഇന്നോസിന് അതൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ പൂന്തോട്ടത്തിലൊക്കെ പോയി അതൊക്കെ കണ്ടു. ഇന്നോസിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ അത്. പിന്നെ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തലശ്ശേരിയിലേക്ക് തിരിച്ചു വന്നു കേട്ടോ.